നമ്മുടെ അയൽപക്കത്ത്, അതായത് കേരളത്തിൻ്റെ അതിർത്തി, നമ്മുടെ തമിഴ്നാട് തൊട്ടടുത്ത് മാർത്താണ്ഡത്തെ സിറ്റി കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിനു മുന്നേ സിറ്റിയെക്കുറിച്ചൊക്കെ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മാർത്താണ്ഡത്തിന് ഉള്ളിലെ ഗ്രാമപ്രദേശത്തെ സുന്ദരമായ കുറച്ച് കാഴ്ചകൾ കാണാം. അവിടുത്തെ പച്ചയായ മനുഷ്യരും അവിടുത്തെ ആ ഒരു പച്ചപ്പും സൗന്ദര്യവും ശരിക്കും നമ്മളെ ആകർഷിക്കും. കേരളത്തിൻ്റെ ഒരു പതിപ്പാണ് ഈ നമ്മുടെ ബോർഡർ ഈ തമിഴ്നാട്. അപ്പോൾ മാർത്താണ്ഡത്തിലെ ഗ്രാമവിശേഷങ്ങളിലേക്ക് പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം. നമ്മുടെ മാർത്താണ്ഡം ആ ജംഗ്ഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ താഴേക്ക് വരുമ്പോൾ അതിനുള്ള സബ് റോഡിനകത്തോ ഒരു ഹൗസിംഗ് ഏരിയയാണിത്. അപ്പോൾ അതിന് ചുറ്റും ഉള്ള കൊച്ചു കൊച്ചു കാഴ്ചകളാണ്. തുടക്കത്തിൽ കണ്ടോ, എനിക്ക് ആകർഷണീയ തോന്നിയത് ഇത് നല്ലൊരു കുളമാണ്, പക്ഷെ മുഴുവൻ ഈ പായൽ ഇങ്ങനെ നിറഞ്ഞ് കിടപ്പുണ്ട്. അതിനൊരു തടി കഷ്ണം, അതിൻ്റെ മുകളിലൊരു കൊക്ക് മീൻ ഇങ്ങനെ അതിൻ്റെ മീൻ പിടിക്കാനും അതിൻ്റെ ഭക്ഷണം പിടിക്കാനും ഇരിപ്പുണ്ട്. ഇഷ്ടംപോലെ കൊക്കുകളുണ്ട് അവിടെ. ശരിക്കും നമ്മൾ ആ ഒരു എന്താ പറയുക, നല്ല സുന്ദരമായ കാഴ്ച. പിന്നെ ആ ഗ്രാമീണ ജീവിതം, പിന്നെ ചുറ്റുവട്ടത്തെ ആൾക്കാരുടെ അയൽവക്കം അവരുടെയൊക്കെ ആ ഒരു ജീവിത രീതി ശരിക്കും ഒരു നാട്ടിൻപുറത്തിൻ്റെ ശുദ്ധ സംസ്കാരമാണ്. പക്ഷേ ഈ നാട്ടിൻപുറം എന്ന് പറയുമ്പോൾ അവരാരും ഈ ദരിദ്രവാസികളല്ല, നല്ല അധ്വാനിക്കുന്നവരും നല്ല വീടൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഡബിൾ സ്റ്റോറീഡ് വീടൊക്കെയാണ്. ഒന്നോ രണ്ടോ അപവാദമേ ചെറിയ വീടുകൾ, പക്ഷേ ചെറിയ മോശം വീടല്ല, എല്ലാവരും നല്ല അധ്വാനിക്കുന്നവരായുണ്ട്. ആ വീടൊക്കെ നല്ല പെർഫെക്റ്റാണ്. പക്ഷേ എന്തോ ഈ കുളത്തിലെ ഈ പായൽ മാറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന്. കാരണം വെള്ളത്തിനേറെ ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ അതിന് ഇവർക്ക് എന്തെങ്കിലും ഇത് ചെയ്യാമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. പക്ഷേ ആ ഒരു പച്ചപ്പാണ് എന്നെ ശരിക്കും അതിനെ ആകർഷിച്ചത്. അപ്പോൾ ആ ഒരു കിണറിൻ്റെ ചുറ്റും ശരിക്കും ആ പഴയ ആ രീതിയിൽ കിണറിൻ്റെ ചുറ്റും ഇരുന്ന് കാരണവന്മാർ വാചോടിക്കുന്നു. പിന്നെ അമ്മമാരും സഹോദരിമാരൊക്കെ അവിടെ കൊച്ചു വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞൊക്കെ വരുന്നുണ്ട്. ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവിടെ നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു ഫംഗ്ഷന് പോയതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ആദ്യമായിട്ട് ഈ സ്ഥലം കാണുന്നത്. കാരണം നമ്മൾ എപ്പോഴും മാർത്താണ്ഡം എന്ന് പറഞ്ഞ് ഈ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ ആ ഒരു ബസ് സ്റ്റാൻഡ്, അതിൻ്റെ ചുറ്റത്തെ ബൈപ്പാസ്, പിന്നെ ആ ഒരു സിറ്റി പോലത്തെ ആ തിരക്കുള്ള പ്രദേശങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഉള്ളിൽ കുറച്ച് ഇത്രയും ഭംഗി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നല്ല സുന്ദരമായ കാഴ്ചകളില്ലേ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയും തമിഴ്നാട്ടിലെ സ്ഥലങ്ങളുണ്ട്. തമിഴ്നാട് എന്ന് പറയുന്നത് തീരെ മോശം സ്ഥലമല്ല കേട്ടോ. നമ്മൾ ഇപ്പം കേരളത്തിനെ വെല്ലുന്ന തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മുടെ വിജയണ്ണനാണല്ലോ മുഖ്യമന്ത്രി. അപ്പോൾ ഇനി തമിഴ്നാട്ടിൽ വെച്ചടി കയറ്റമായിരിക്കാം. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ്. പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ തോന്നുമ്പോൾ ഇനി തമിഴ്നാടിൻ്റെ ഉള്ളറകളിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കണം. നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ എനിക്ക് 2 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ സാധാരണ ഞാനും അവരുമായിട്ടാണ് ഇങ്ങനെ ഉൾപ്രദേശങ്ങളിലൂടെ ഈ യാത്രകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. പുള്ളിക്കും ഈ ഉൾപ്രദേശങ്ങൾ കാണാനാണ് കൂടുതലിഷ്ടം. അപ്പോൾ സിറ്റിയെ എല്ലാവരും സ്ഥിരമായിട്ട് വ്ളോഗ് ചെയ്യുന്നതല്ലേ, അപ്പം ഉള്ളറകൾ കാണാൻ ഒരു രസമാണ്. ഇതിനു മുന്നേയും ഇങ്ങനത്തെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കണ്ട, നല്ലൊരു വിശേഷവുമായി വേഗം കാണാം. വിവാദങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും ഈ പ്രശ്നങ്ങളുടെ ഇടയിലുമൊക്കെ നമ്മൾ ആകെപ്പാടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഇത്തരം കൊച്ചു പച്ചയായ ജീവിതങ്ങൾ, പ്രകൃതിയുടെ സൗന്ദര്യം, നിഷ്കളങ്കത നിറഞ്ഞ ആ ഒരു ഗ്രാമീണ ഭംഗിയെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നില്ലേ. അപ്പോൾ ഇതുപോലെ ഇനിയും നല്ല നല്ല വീഡിയോയുമായി കാണാം. സഹകരിക്കുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.